സ്കൂം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്കൂളിൽ ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള നല്ലൊരു മോഡ്യൂൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുടെ വിവരങ്ങൾ പാരൻസിന് വാട്സപ്പായിട്ട് അയക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ഇതിലുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണാനുള്ള ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഏത് ക്ലാസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് ഷോ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ക്ലാസ് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ കാണുന്ന ലേറ്റ് കമേഴ്സ് എൻട്രി ഇവിടെ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതിൽ മേലെ തന്നെ നിങ്ങൾക്ക് കാണാം മോർണിംഗ് ലേറ്റ്, മോർണിംഗ് ബ്രേക്ക് ലേറ്റ്, ലഞ്ച് ബ്രേക്ക് ലേറ്റ്, ഈവനിങ് ബ്രേക്ക് ലേറ്റ്. അതായത് കുട്ടികൾ മോർണിംഗ് ബ്രേക്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ മോർണിംഗ് ലേറ്റ് ആണെങ്കിൽ ഈ മോർണിംഗ് ലേറ്റിനെ ചൂസ് ചെയ്ത് ഡേറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രസന്റ് കറണ്ട് ഡേറ്റ് അവിടെ വരുള്ളൂ. എത്ര മിനിറ്റ് ആണ് വൈകിയെന്ന് അവിടെ പറയാം. പക്ഷേ ഞാൻ 8 മിനിറ്റ് കൊടുത്തു, കണ്ടിന്യൂ അടിക്കുക. അപ്പൊ ഞാനിപ്പോൾ താഴത്തുള്ള കുറച്ച് ഡീറ്റെയിൽസിൽ ഇവിടെ സെർച്ച് സ്റ്റുഡൻസ്. ഇപ്പൊ സാധാരണത്തിൽ നമ്മളെ ബുദ്ധിമുട്ട് ഒരു 5-10 കുട്ടികൾ പല ക്ലാസ്സിലെ കുട്ടികൾ ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളെ ചൂസ് ചെയ്യൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംവിധാനങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ അറിയാമെങ്കിൽ, കുട്ടികളോട് അഡ്മിഷൻ നമ്പർ ഓർത്ത് വെച്ച് പറയുകയാണെങ്കിൽ അഡ്മിഷൻ നമ്പർ അറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്യുക. 1 2 3 4 ഒരു അഡ്മിഷൻ നമ്പർ ആണെന്ന് വിചാരിക്കുക. ഈ ഫൈൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെ എൻ്റർ കീ അടിച്ചാൽ മതി. എൻ്റർ കീ. അപ്പൊ മൊബൈലിലാണെങ്കിൽ നമ്മൾ റിട്ടേൺ എന്നുള്ള ഏറ്റവും താഴെ വലതുവശത്ത് റിട്ടേൺ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ, അത് പ്രസ് ചെയ്താലും മതി. അപ്പൊ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് താഴത്ത് വരുന്നതാണ്. റൈറ്റ്. അപ്പൊ ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ അഡ്മിഷൻ നമ്പർ ഫുള്ള് കൊടുക്കണമെന്നില്ല. അവസാനത്തെ ഒരു 3 അക്കം കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് തന്നെ. അതെന്ന് വെച്ചാൽ അഡ്മിഷൻ നമ്പറിൽ നമ്മൾ കൊടുത്ത ആ 3 അക്കം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്ത് വരും. ഇപ്പൊ ഞാൻ ഈ 2 3 4 കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ 2 കുട്ടികൾ വന്നു. ആ അഡ്മിഷൻ നമ്പറാണ് ഈ കാണുന്നത്. 1 2 3 4 2 3 4 ഉണ്ട്, 2 3 4 5 2 3 4 ഉണ്ട്. അപ്പൊ എങ്ങനെയാലും ഫിൽട്രേഷൻ 2 3 കുട്ടികളെ വരുള്ളൂ. നിങ്ങൾ 3 ഡിജിറ്റ് അവസാനത്തെ 3 ഡിജിറ്റ് കൊടുത്താലും നിങ്ങൾക്ക് എന്തായാലും ആ ലിസ്റ്റിൽ നമ്മുടെ വേണ്ട കുട്ടി ഉണ്ടാവും. അതിലിപ്പോ ആസിഫ് ആണെങ്കിൽ ആസിഫിന്റെ ഇതിൽ ഏത് കുട്ടിയാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആ പ്ലസിൽ ഒന്ന് അടിക്കുക. അപ്പൊ സെലക്ട് സ്റ്റുഡൻസിന്റെ ലിസ്റ്റിൽ ആസിഫിന്റെ പേര് വന്നു. അപ്പൊ അവിടെ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കിക്കോളൂ. ക്ലാസ് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ആളുടെ ഫോട്ടോ ഉണ്ട്, പേരുണ്ട്. ദിസ് ഇസ് അഡ്മിഷൻ നമ്പർ ബ്രാക്കറ്റ് ഉള്ളത്. ഇനി ഇവിടെ കുറച്ച് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വലതുവശത്ത് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാല് ആ ഗ്രീൻ കളറിൽ കാണുന്ന 2 എന്ന് പറയുന്നത് ഇമ്മാസം കുട്ടി 2 ദിവസം ലേറ്റ് ആയിട്ട് വന്നു എന്നാണ്. പിന്നെ ഓറഞ്ച് കളർ കാണുന്നത് കഴിഞ്ഞ മാസം കുട്ടി എത്ര ദിവസം ലേറ്റ് ആയിട്ട് വന്നു എന്നുള്ള ഇൻഫർമേഷൻ ആണ്. വലത്തേ അറ്റത്ത് കാണുന്നത് ഈ വർഷം മുഴുവനായിട്ടും കുട്ടി എത്ര ദിവസം ലേറ്റ് ആയിട്ട് വന്നു. ഈ ഡാറ്റ ഇതിൽ എൻ്റർ ചെയ്തത് മാത്രമേ ഇവിടെ റിഫ്ലക്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇനി അത് കൂടാതെ ഈ താഴെ കാണുന്ന 2 ദിവസം 20 23 എന്താന്ന് വെച്ചാൽ ഇമ്മാസം 2 ദിവസം ലേറ്റ് ആയിട്ട് വന്നു എന്ന് മേലെ ഉണ്ടല്ലോ, ആ ലേറ്റ് ആയിട്ട് വന്ന ഡേറ്റുകളാണ് അത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ ലേറ്റ് ആയിട്ട് വന്നോ മിനിഞ്ഞാന്ന് ലേറ്റ് ആയിട്ട് വന്നോ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. റൈറ്റ്. ഇത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ കുട്ടി എല്ലാം നമ്മൾ ഉദ്ദേശിച്ച ആളെങ്കിൽ ഇവിടുന്ന് ഇതിപ്പോ സേവ് ആയിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്തതിനേ ഉള്ളൂ. ഈ ബട്ടൺ അടിച്ചാലേ സേവ് ആവുള്ളൂ. അപ്പൊ ഞാൻ സേവ് ആകാതെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിൽ നിന്ന് കുട്ടി പുറത്തു പോകും. ഓക്കെ. ഇനി നമ്മൾ ഒരു കുട്ടീനെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലേറ്റ് ആയിട്ട് വന്ന്. അടുത്തൊരു കുട്ടീനെ സെലക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ലേറ്റ് ആയിട്ട് കുറെ കുട്ടികൾ ഒന്നിച്ചു വരുമല്ലോ. അപ്പൊ അടുത്ത കുട്ടീനെ സെലക്ട് ചെയ്യാന് നമുക്ക് ഇപ്പൊ അഡ്മിഷൻ നമ്പർ കുട്ടിക്ക് അറിയില്ല എന്ന് വെച്ചു. അപ്പൊ ക്ലാസ്സിലെ റോൾ നമ്പർ അറിയാമെങ്കിൽ കുട്ടീനോട് റോൾ നമ്പർ 3 ആണെന്ന് വിചാരിക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പൊ നമ്മുടെ സ്കൂളിലെ മൊത്തം എല്ലാ ക്ലാസ്സിലെയും റോൾ നമ്പർ 3 അവിടെ സ്ക്രീനിൽ വരുന്നതായിരിക്കും. അപ്പൊ അതും എങ്ങനെയാലും അത് ചെറിയൊരു ലിസ്റ്റ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് കുട്ടീനെ ചൂസ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്കൊരു സ്പെസിഫിക് ക്ലാസ് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ക്ലാസിന്റെ പേര് ആദ്യം കൊടുക്കുക. സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ഒന്നും പ്രശ്നമില്ല. ഒരു ഡോട്ട് ഇട്ടിട്ട് പേരിന്റെ ഒരു കഷ്ണം റോൾ നമ്പർ കൊടുത്താൽ മതി. ഒരു ഡോട്ട് ഇട്ടിട്ട് റോൾ നമ്പർ 3. അപ്പൊ B1 ക്ലാസ്സിലെ റോൾ നമ്പർ ഡോട്ടാണ്. ക്ലാസും പേര് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പൽ ഡോട്ടാണ്. അപ്പോ ഇതിന്റെ അർത്ഥം B1 ക്ലാസ്സിലെ റോൾ നമ്പർ 3 എൻ്റർ അടിച്ചാൽ നിങ്ങൾക്ക് B1 ക്ലാസ്സിലെ റോൾ നമ്പർ 3 മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് വരും. അപ്പൊ ക്ലാസ്സും കൂടി സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. റൈറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ആ കുട്ടീനെ ചൂസ് ചെയ്യാം. അപ്പൊ 2 കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്തു. റൈറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ 2 രീതി പറഞ്ഞ അഡ്മിഷൻ നമ്പർ വെച്ച് പറയാം, റോൾ നമ്പർ വെച്ചിട്ട് പറയാം. ഇനി റോൾ നമ്പറിന്റെ കൂടെ ഫിൽട്രേഷൻ എളുപ്പമാക്കണമെങ്കിൽ ക്ലാസ്സും കൂടി ചേർക്കുക. ക്ലാസ് ഡോട്ട്
റോൾ നമ്പർ. ഇനി B1 തന്നെ വേണമെന്നില്ല, B.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും B1ലെയും B2ലെയും, അതായത് ക്ലാസ്സിൽ B വരുന്ന എല്ലാ ക്ലാസ്സും വരും. 1, 2 കൊടുക്കണം എന്നില്ല. അപ്പൊ ആ ഡോട്ടിന് മുമ്പിട്ടുള്ളത് ക്ലാസ്സിലെ ഒരു പോർഷൻ ആയിട്ട് എടുക്കും. ഇത് 3 ആണെങ്കിൽ റോൾ നമ്പർ ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് പ്ലസ് അടിച്ചിട്ട് കുട്ടീനെ ചൂസ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പേരിന്റെ ഒരു കഷ്ണം കൊടുത്താൽ റോൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ പേര് SIDH, അപ്പൊ SIDH പേരിൽ വരുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും. ഇതിൽ ഏത് കുട്ടിയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പ്ലസ് അടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ SID അടിക്കുന്നതിന് പകരം എനിക്ക് C2ലെ സിദ്ധാർത്ഥാണ് വേണ്ടത്, C2ലെ സിദ്ധാർത്ഥാണ് വേണ്ടത്, C2.SIDH. അപ്പൊ C2ലെ സിദ്ധാർത്ഥ് തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ആ കുട്ടീനെ ചൂസ് ചെയ്യാം. റൈറ്റ്. അതുപോലെ ഗായത്രി, B1ലെ ഗായത്രി. അങ്ങനെ 3 കുട്ടികൾ ലേറ്റ് ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോ ഇത് സേവ് ആയിട്ടില്ല, ഇത് തൽക്കാലത്തേക്ക് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പൊ ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേജ് സ്ക്രീനിലേക്ക് വരുമ്പം തന്നെ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ ഡാറ്റയും കൂടി നമ്മളെ ക്ലയന്റ് സൈഡിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് സെർച്ച് അടിക്കുമ്പോൾ സെർവറിലേക്കൊന്നും പോകുന്നില്ല, ഇവിടുന്ന് തന്നെയാണ് സെർച്ചിങ് നടക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. കുട്ടീനെ കണ്ടുപിടിക്കാം, പല രീതി കണ്ടുപിടിക്കാം. അഡ്മിഷൻ നമ്പർ വെച്ചിട്ടാണ് ഏറ്റവും ഫാസ്റ്റ്, അല്ലെ റോൾ നമ്പർ വെച്ചിട്ട് കൊടുക്കുക, അല്ലെ ക്ലാസ് റോൾ നമ്പർ വെച്ച് കൊടുക്കാം. പേരിന്റെ ഒരു പോർഷൻ, എനി പോർഷൻ ഓഫ് ദ നെയിം, ഏത് ഭാഗവും കൊടുക്കുക. യുണീക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ കൊടുത്താൽ ഫിൽട്രേഷൻ എളുപ്പമാവും. അല്ലെങ്കിൽ ക്ലാസ് ഡോട്ട് പേരിന്റെ ഒരു പോർഷൻ, ഇത്ര വെച്ച് ഫൈൻഡ് അടിക്കണമെന്നില്ല, എൻട്രിക്ക് അടിച്ചാൽ തന്നെ മതി. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിട്ട് വന്ന കംപ്ലീറ്റ് കുട്ടികളെ ചൂസ് ചെയ്ത് മേലത്തെ ലിസ്റ്റിൽ, സെലക്ട് സ്റ്റുഡൻസ് എന്നുള്ള ലിസ്റ്റിൽ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പിട്ട് ചില കുട്ടികളെ രക്ഷിതാക്കൾക്ക് വാട്സപ്പായിട്ട് ഇതിന്റെ കൂടെ തന്നെ മെസ്സേജ് പോകണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആസിഫ് 202, അതായത് 2 ദിവസം ഈ മാസം ലേറ്റ് ആയിട്ട് വന്നു. അപ്പൊ അവന്റെ പേരന്റിന് വാട്സപ്പായിട്ട് മെസ്സേജ് പോകണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഗായത്രിന്റെ മൊബൈൽ രക്ഷിതാവിന് മെസ്സേജ് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മളത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ കാണിക്കും വാട്സ്ആപ്പ് മെസ്സേജ് വിൽ ബി ഡെലിവേർഡ് ടു 1 സ്റ്റുഡന്റ്. അപ്പൊ ഈ കേസിലാണ് വാട്സ്ആപ്പ് മെസ്സേജ് വിൽ ബി ഡെലിവേർഡ് ടു 2 സ്റ്റുഡൻസ്. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ആ ആസിഫിന്റെ മൊബൈൽ ഫോണിൽ വാട്സപ്പായിട്ട് ലേറ്റ് ആയിട്ട് പോയ ഇൻഫർമേഷൻ അവരുടെ പേരന്റിന് പോകണം എന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ട്. സേവ് അടിക്കുമ്പോൾ മാത്രം ആദ്യം ഈ ഡാറ്റയൊക്കെ സേവ് ചെയ്യും, അതിനോടൊപ്പം തന്നെ വാട്സപ്പായിട്ട് പേരന്റിന് പോവുകയും ചെയ്യും മെസ്സേജ്. അപ്പൊ മെസ്സേജ് ഞാൻ രക്ഷിതാവായിട്ട് എന്റെ നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് പാരന്റിന് ലേറ്റ് കമേഴ്സിന്റെ ഇൻഫർമേഷൻ പോകുന്നതെന്നും കൂടി നമുക്കൊന്ന് കാണാം. റൈറ്റ്. അപ്പൊ ഇവിടെ ജസ്റ്റ് സേവ് അടിക്കുന്നു. ഡു യു റിയലി വാണ്ട് ടു സെൻഡ് ദ വാട്സ്ആപ്പ് മെസ്സേജ് ടു ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ്? അതൊന്നുകൂടി ഉറപ്പിക്കലാണ്. വാട്സ്ആപ്പ് മെസ്സേജ് ചൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ ബോക്സ് വരുള്ളൂ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാണ്. സേവ്ഡ് സക്സസ്ഫുള്ളി, വാട്സ്ആപ്പ് മെസ്സേജ് സെൻഡ് ഫോർ 1 സ്റ്റുഡന്റ്. ഓക്കെ. അപ്പൊ ഇപ്പൊ എനിക്ക് മെസ്സേജ് വന്നു. ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് കാണിച്ചു തരാം. വാട്സപ്പ്, ഞാനൊന്ന് വാട്സപ്പ് തുറക്കുകയാണ്. വാട്സപ്പിൽ ലേറ്റ് ആയിട്ട് വന്ന മെസ്സേജ് ഇതാണ്, ലേറ്റ് കമ്മിങ് ഇൻഫർമേഷൻ. അത് എയർടെൽ സ്കൂംസ് എന്നുള്ള ഒരു ഐക്കണൊക്കെ ഉണ്ടാവും. ഡിയർ ഷമീർ, പാരന്റിന്റെ പേരാണ്. ബ്രാക്കറ്റിൽ ഡേറ്റ് ഉണ്ടാവും, താഴെ സ്കൂളിന്റെ പേരുണ്ടാവും. റൈറ്റ്. അതിപ്പോ വാട്സപ്പിൽ പോകുന്നത് കൊണ്ട് ഓൺ ദ സ്പോട്ടിൽ രക്ഷിതാവിന് മെസ്സേജ് ഡെലിവറി ആവുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. റൈറ്റ്. അപ്പൊ ഇനി അടുത്തൊരു കുട്ടികളെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരികയാണെങ്കിൽ ഈ ലേറ്റ് എന്നുള്ളതൊക്കെ ഞാൻ ഒരു 10 മിനിറ്റ്സോ 12 മിനിറ്റ്സോ കൊടുത്ത് കണ്ടിന്യൂ എടുക്കുക അതേ സ്ക്രീനിൽ തന്നെ. എന്നിട്ട് നമ്മൾ വി ക്യാൻ കീപ്പ് ഓൺ ആഡിങ് ദ ന്യൂ സ്റ്റുഡൻസ്. സെർച്ച് ചെയ്ത് ലിസ്റ്റിൽ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സേവ് ബട്ടൺ അടിച്ചാൽ മതി. റൈറ്റ്. ഇനി നമ്മൾ ആ ഒരു യൂസർ ഇന്നത്തെ ദിവസം എൻട്രി ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഷോ എൻട്രി എന്നുള്ള ആ ഒരു ലിങ്കിൽ അടിച്ചാൽ മതി. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ 3 കുട്ടികളുടെ ഡാറ്റയാണ് ആ കൺസേൺഡ് യൂസർ, അതായത് ലോഗിൻ ചെയ്ത ആള് എൻട്രി ചെയ്തത് മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗായത്രി, സിദ്ധാർത്ഥ്, ആസിഫ്, ഈ 3 ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്തത്. അതിൽ ആസിഫിന്റെ ഇവിടെ ഒരു വാട്സപ്പ് ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം ആസിഫിന് വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അഥവാ തെറ്റിപ്പോയതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ എൻട്രി ചെയ്ത യൂസർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രി അവിടുന്ന് ഡിലീറ്റ് ആവും. പക്ഷേ വാട്സപ്പ് അയച്ച കുട്ടിയുടെ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഇനി മാനുവൽ എൻട്രി വേണം, വീണ്ടും എൻട്രി എടുക്കണമെങ്കിൽ മാനുവൽ എൻട്രി എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട്
നമുക്ക് ആ സമയം കൊടുക്കണം. സമയം കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തിട്ട് വി ക്യാൻ കീപ് ഓൺ ചൂസിങ് ദ സെലക്ടിങ് ദ സ്റ്റുഡൻസ്. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ അടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് വന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി മോർണിംഗ് ബ്രേക്കിലാണ് ലേറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇതേപോലെ മോർണിംഗ് ബ്രേക്ക് ലേറ്റ് എന്ന് ചൂസ് ചെയ്യുക. എത്ര മിനിറ്റ് ആണെന്നുള്ളത് അവിടെ ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ചിട്ട് കുട്ടികളെ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആസിഫ് ആണെങ്കിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടീനെ അവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ വാട്സപ്പ് ചെയ്യാനുള്ള ആ ഒരു ചെക്ക് ബോക്സ് ഈ രാവിലെ സ്കൂളിൽ വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ. അതായത് സ്കൂളിൽ എത്തുന്ന സമയത്ത് ലേറ്റ് ആകുന്നത് മാത്രമേ വാട്സപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് ഇപ്പം മാറ്റിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത വിവരം ഡയറിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുട്ടീൻ്റെ പേഴ്സണൽ ഡയറി തുറന്ന് നോക്കിയാൽ അവിടെ നമ്മൾ ഈ സേവ് ചെയ്ത എല്ലാ ഇൻഫർമേഷനും കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.